ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മിസ്ലേനിയസ് എക്സാമ്പിളിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. എല്ലാവരും വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ട്രിഗണോമെട്രി പഠിച്ചോണം. കാരണം ഒരുപാട് റിസൾട്ട് ഉള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഒരുപാട് റിസൾട്ട് ഉണ്ട്. 3 എക്സസൈസേ ഉള്ളൂ, 2 മെയിൻ എക്സസൈസും ഒരു മിസ്ലേനിയസും. ഓക്കെ, മിസ്ലേനിയസിന് ചോദ്യങ്ങൾ ചോദിക്കില്ല ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും മിസ്ലേനിയസ് എന്ന് പറയുമ്പം ഈ ആദ്യത്തെ 2 ടോപ്പിക്കുകൾ അല്ലെ ഈ എക്സസൈസുകളും കൂടെ ക്ലബ് ചെയ്തുള്ള മാക്സിമം വലിയ ചോദ്യങ്ങളാണ് മിസ്ലേനിയസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയ ലെങ്തി ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x pi/4. സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാൻ ഇൻവേഴ്സ് 2x ടാൻ ഇൻവേഴ്സ് 3x pi/4 ആഡ് ചെയ്യുമ്പോൾ pi/4 കിട്ടുന്നു എന്നുള്ള വാചകത്തിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോൾവ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലാണല്ലോ. സോ എക്സിൻ്റെ വാല്യൂടെ കണ്ടുപിടിക്കുക, ശ്രദ്ധിച്ചോണം. അതിനുവേണ്ടി സോൾവ് പറയുന്ന ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതാണ്. ഇതിനെ ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y എന്നുള്ള റിസൾട്ട് എന്നുള്ള രൂപത്തിൽ കൊണ്ടുവരണം. അങ്ങനെ ചിന്തിക്കുമ്പം x പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് x ഇൻറ്റു y എന്ന് ഉത്തരം കിട്ടും. ശരിയാണോ? ഈസിക്കൽ ടു pi/4. ഓക്കെ, ഈ ടാൻ ഇൻവേഴ്സിനെ പിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയാൽ ഇത് തമ്മിൽ ചേർന്ന് 5x എന്ന് വരും. കണ്ടോണേ, ഇത് 1 മൈനസ് ഇത് തമ്മിൽ ചേർന്ന് 6x² എന്ന് വരും. ടാൻ ഇൻവേഴ്സ് അപ്പുറത്ത് പോയി ടാൻ pi/4 എന്നാവും. ഓക്കെയാണ്. ഇനി 5x ബൈ 1 മൈനസ് 6x² ഇസ് ഈക്വൽ ടു ടാൻ pi/4ൻ്റെ വാല്യൂ 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5x ഇസ് ഈക്വൽ ടു 1 മൈനസ് 6x². ഈ മൈനസ് 6x² ഇപ്പുറത്ത് വന്നാൽ 6x² പ്ലസ് 5x അങ്ങനെ തന്നെ അവിടെ ഇട്ട് ഈ 1 ഇപ്പുറത്ത് ചാടിയാൽ -1. ഇനി ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതിനെ 10ാം ക്ലാസ്സിൽ പഠിച്ച രീതിയിൽ സോൾവ് ചെയ്തെടുക്കുമ്പം x ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. പല രീതിയിൽ സോൾവ് ചെയ്യാം. അതിൽ ഒരു ബെസ്റ്റ് മെത്തേഡാണ് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാന്ന് പറയുന്നത്. ഇതൊക്കെ കൊടുക്കുന്നു. എക്സിയുടെ എയുടെ വാല്യൂ, ഇത് ബിയുടെ വാല്യൂ, ഇത് സിയുടെ വാല്യൂ അറിയാലോ. അതൊക്കെ കൊടുക്കുമ്പം എക്സിന് 2 വാല്യൂ കിട്ടും. x ഇസ് ഈക്വൽ ടു മൈനസ് ബിയുടെ സ്ഥാനത്ത് 5 ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² നോക്കിയേ 25 മൈനസ് 4 ഇൻറ്റു 6 ഇൻറ്റു -1. 4 ഇൻറ്റു 6 ഇൻറ്റു c -1 ആട്ടോ, -1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഈ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി 25 പ്ലസ് 24/12 -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49/12. റൂട്ട് 49 7 ആണ് ആൻസർ. -5 പ്ലസ് ഓർ മൈനസ് 7/12 -5 പ്ലസ് 7/12 വന്നും -5 മൈനസ് 7/12 വന്ന് 2 വാല്യൂ കിട്ടും. സോ നമുക്കിതിനെ ഇനി 2/12 വന്നും -12/12 വന്നും 2ആയിട്ട് എഴുതാം. ശരിയല്ലേ? ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പം വരുതിൻ്റെ സൈൻ വരും. 7 - 5 2 എന്ന് വരും. വരുതിൻ്റെ സൈൻ പ്ലസ്. ഇത് ആഡ് ചെയ്യുമ്പോൾ -12 എന്ന് വരും. സോ ഇവിടെ 1/6ഉം -1 2 ഉത്തരങ്ങൾ എക്സിന് കിട്ടും. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ആലോചിക്കണം. ഈ ടാൻ ഇൻവേഴ്സിൻ്റെ ഈ ചോദ്യത്തിലെ റൈറ്റ് സൈഡ് പാർട്ട് ഇസ് എ കോൺസ്റ്റന്റ്. അത് പോസിറ്റീവ് വാല്യൂ ആണ്. കോൺസ്റ്റന്റ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ അത് ഈ പോസിറ്റീവ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വില റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് ഈ 2 എണ്ണത്തിൽ നിന്ന് ആര് വേണം? റൈറ്റ് സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട്, കോൺസ്റ്റന്റ് വിത്ത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമുക്കിവിടെ കിട്ടിയതിനകത്തുനിന്ന് പോസിറ്റീവ് വില മാത്രമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. സോ നമുക്കെടുക്കാം വി ടേക്ക് x ഇസ് ഈക്വൽ ടു 1/6. ഇനി അവിടെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ നെഗറ്റീവ് വാല്യൂ ചൂസ് ചെയ്യണം. ഓക്കെ, ഇനി മറിച്ച് ഇത് പോസിറ്റീവ് നെഗറ്റീവ് അല്ല, ഇതൊരു വേരിയബിൾ ഫോമിൽ തന്നെ കിടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഇവിടെ ഒരു വേരിയബിൾ ആണ് x ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഈ 2 വാല്യൂ അവിടെ ചൂസ് ചെയ്തു. വേരിയബിൾ ആണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 വാല്യൂം ചൂസ് ചെയ്യണം. കിട്ടിയ 2 വാല്യൂ അവിടെ ആപ്ലിക്കബിൾ ആണ്. എന്നാൽ പോസിറ്റീവ് ആണ് കിടക്കുന്നതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ എടുക്കുന്നു. നെഗറ്റീവ് വാല്യൂ വന്നാൽ നെഗറ്റീവ് എടുക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ റൂള്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാനത് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 1/6 എടുക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രൂവ് ദാറ്റ് 2 sin inverse 3/5 is equal to tan inverse 24/7. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ 2 sin inverse 3/5നെ tan inverse ആക്കി മാറ്റണം. അത് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമായിട്ട് ഈ സൈൻ ഇൻവേഴ്സിനെ tan inverse ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിക്കാം. കണ്ടോണേ, ഇവിടെ 2 ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. സൈൻ ഇൻവേഴ്സിനെ tan inverseലോട്ട് ആക്കാം. നോക്കണം. അതിനുവേണ്ടി ആദ്യം റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരയ്ക്കണം. ശ്രദ്ധിച്ചോണേ. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യണം. ഒരു ആംഗിൾ ഇവിടെ കൊടുക്കണം. ഇവിടെ 2 ആംഗിൾ ഉണ്ട്, ഒരെണ്ണം അടയാളപ്പെടുത്തിയാൽ.
അതിനുശേഷം സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസാണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ആ ഓപ്പോസിറ്റ് സൈഡ് ഇത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഞാൻ കൊണ്ടുവന്ന് 3 കൊടുക്കും. ഇതാണല്ലോ ഹൈപ്പോട്ടിന്യൂസ് വലിയ സൈഡ്, അവിടെ കൊണ്ടുവന്ന് 5 കൊടുക്കും. അപ്പോൾ സൈൻ എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. പിടികിട്ടിയ കോസോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ടാനോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താ പറയുക റിലേഷൻ വെച്ചുകൊണ്ട് ഞാൻ 3ഉം 5ഉം കറക്റ്റ് പ്ലേസ് ചെയ്ത്. ഇനി റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡുണ്ട്, 3ാമത്തെ സൈഡ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പൈതഗോറസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മളോട് പറഞ്ഞായിരുന്നു. അതെങ്ങനെയാണ്? പൈതഗോറസ് തിയറം പ്രകാരം 5ന്റെ സ്ക്വയർ മൈനസ് 3യുടെ സ്ക്വയർ. ആൻസർ 25 മൈനസ് 9. ആൻസർ 16. ആൻസർ 4. പോസിറ്റീവ് വാല്യൂ എടുത്താൽ കാരണം സൈഡ് ആയതുകൊണ്ട് ട്രയാങ്കിളുടെ സൈഡ് ആയതുകൊണ്ട് +or -4 എന്ന് പറയരുത്, വെറും 4 എന്ന് പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ സൈഡ് വെച്ചുകൊണ്ട് ഈ ബന്ധം ടാൻ ഇൻവേഴ്സിലോട്ട് ഞാൻ കണക്ട് ചെയ്യാൻ പോയവനെ ടാൻ ഇൻവേഴ്സ് ഈ ബന്ധം ടാൻ്റെ ബന്ധം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ആ ബന്ധം ഞാൻ ഇവിടെ കൊണ്ടുവരും. ടാൻ ഇൻവേഴ്സിനകത്ത് ടാനിൻ്റെ ബന്ധം കൊണ്ടുവരുന്നത് ഓപ്പോസിറ്റ് സൈഡ് 3 അഡ്ജസൻറ്റ് സൈഡ് 4. സോ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ് 3/4. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 3/5 ടാൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ആയപ്പം ടാൻ ഇൻവേഴ്സ് 3/4 എന്നായി. ഇനി ഞാൻ എൻ്റെ LHS എടുത്തെഴുതുകയാണ്. 2 സൈൻ ഇൻവേഴ്സ് 3/5 ഇസ് ഈക്വൽ ടു 2. അതുപോലെ തന്നെ എഴുതി സൈൻ ഇൻവേഴ്സ് 3/5 പകരം ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് കൊടുത്തു. ഇനി ഈ വാല്യൂ വേണം ഇതായിട്ട് മാറാൻ. അപ്പോൾ 2 ഒക്കെ ഞാൻ കൊടുത്തു. 2 കൊടുത്തപ്പോഴത്തേക്ക് അവന് വേറൊരു ഇക്വേഷൻ കിട്ടാൻ പോകും, വേറെ ലെവലായി കഴിഞ്ഞ്. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ വെറും ടാൻ ഇൻവേഴ്സ് ആക്കാനുള്ള റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ വെറും ടാൻ ഇൻവേഴ്സ് ആക്കാനുള്ള റിസൾട്ട് ഉത്തരം ടാൻ ഇൻവേഴ്സ് 2x/1 - x². അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ 3 രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ എഴുതി തരാം. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ 3 രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. സൈൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് 2x/1 + x². 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ കോസിലോട്ട് കൺവേർട്ട് ചെയ്താൽ കോസ് ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ 1 - x²/1 + x². 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ ടാൻ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ 2x/1 - x². ഇങ്ങനെ 3 രീതിയിൽ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ആൻസറിലേക്ക് വരാം. 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ 3 രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ആവശ്യമായിട്ട് വേണ്ടത് എന്താ? ടാൻ ഇൻവേഴ്സാണ്. ശരിയല്ലേ? അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് ഈ റിസൾട്ട് 2 ടാൻ ഇൻവേഴ്സ് x = ടാൻ ഇൻവേഴ്സ് 2x/1 - x² നമ്മളിവിടെ പ്രയോഗിക്കാൻ പോവാം. നമ്മുടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന 3/4 ആണ്. ആ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എഴുതുന്നു ടാൻ ഇൻവേഴ്സ് 2x എക്സിന് പകരം 3/4 ഡിവൈഡഡ് ബൈ 1 - 3/4ന്റെ സ്ക്വയർ. ഓക്കെ, സോ ആൻസർ ഈസ് ടാൻ ഇൻവേഴ്സ്. ഈ 2ഉം ഈ 4യുടെ വെട്ടിപ്പോയി 3/2 എന്ന് വരും. 3/2 ഡിവൈഡഡ് ബൈ 1 - 9/16. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9/16. സോ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/2 ഡിവൈഡഡ് ബൈ ഈ 16 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 16 - 9 ഹോൾ ഡിവൈഡ് ബൈ 16. കണ്ടോ? ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സ് 3/2 ഡിവൈഡഡ് ബൈ 16 - 9. 16 - 9 എന്ന് പറയുമ്പോൾ 7 വരും. 7/16 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ടാൻ ഇൻവേഴ്സ് ഇനി 3/2 ഇൻറ്റു ഇതിനെ തിരിച്ചിടുമ്പം 16/7 എന്ന് വരും. 16/7. സോ ആൻസർ ഇനി ഇതിനകത്ത് ചെറിയൊരു കാൽക്കുലേഷൻ വരും. ഇത് നമ്മൾ വെട്ടിപ്പോയി 8 വരും. ടാൻ ഇൻവേഴ്സ് സിമ്പിൾ കാൽക്കുലേഷനാണ്. 3ഉം 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24. ഇവിടെ ഇനി ഒന്നുമില്ല. 7 24/7 എന്ന് വരും. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ടാൻ ഇൻവേഴ്സ് 24/7. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻസ് ഓരോന്നും വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും ഞാനത് സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.